So നമ്മുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ലോഡ് ടെസ്റ്റ് ഓൺ DC series motor. So നമ്മൾ ലോഡ് ടെസ്റ്റിനെ ബ്രേക്ക് ടെസ്റ്റ് എന്നും പറയാറുണ്ട്. So the aim of the experiment is to conduct a load test on a DC series motor and plot its performance characteristics, electrical characteristics and മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഈ 3 ഗ്രാഫാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഫൈനലി പ്ലോട്ട് ചെയ്യേണ്ടത്. ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ആണ്. മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് സ്പീഡ് വേഴ്സസ് ടോർക്ക് ആണ്. പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് എഫിഷ്യൻസി, ടോർക്ക്, സ്പീഡ് ആൻഡ് കറണ്ട് വേഴ്സസ് ഔട്ട്പുട്ടിന്റെ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. സോ ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ലാസ്റ്റ് പ്ലോട്ട് ചെയ്യേണ്ടത് റീഡിങ്സ് എടുത്തതിന് ശേഷം. So the aim is to conduct a load test on DC series motor and plot performance, electrical and mechanical characteristics. So idana circuit setup ennu parayunnathu. So we all know that a DC motor is a machine which convert electrical energy to mechanical energy, and its principle is that whenever a current carrying conductor is placed in a magnetic field, it experiences a force and whose direction is given by Fleming's left hand rule. So ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ അത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങും. അതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. സോ DC സീരീസ് മോട്ടോർ എന്ന് പറയുമ്പോൾ ദ ഫീൽഡ് വൈൻഡിങ് വിൽ ബി ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ. സോ നമ്മൾ ലോഡ് ടെസ്റ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. ലോഡ് ടെസ്റ്റ് ഈസ് എ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് കണ്ടക്ടഡ് ഓൺ ദ മെഷീൻ. സോ ദിസ് ഇസ് എ സർക്യൂട്ട് സെറ്റപ്പ്. സോ നമ്മളിവിടെ DC വോൾട്ടേജ് സ്റ്റാൻഡേർഡ് 220 വോൾട്ട് അപ്ലൈ ചെയ്യുകയാണ്. സോ അതിന് മുമ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെഷീൻ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 5 HP 220 വോൾട്ട് 22 ആംപിയർ 1500 RPM മെഷീനാണ് നമ്മൾ നമ്മുടെ ലാബിൽ ചൂസ് ചെയ്യുന്നത് ചെയ്യാനായിട്ട്, എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട്. ആൻഡ് നമുക്ക് റീഡിങ്സ് എടുക്കാൻ വേണ്ടി വി നീഡ് എ വോൾട്ട് മീറ്റർ ഫോർ മെഷറിംഗ് ദ വോൾട്ടേജ്, and we need an ammeter for measuring the current, and for measuring the speed we need a tachometer. So instruments voltmeter, ammeter and tachometer ആണ് വേണ്ടത് for measuring the voltage, current and speed. So next circuit ആണ്. നമ്മൾ സപ്ലൈ 220 വോൾട്ട് DC സപ്ലൈ ആണ് കൊടുക്കുന്നത്. സോ സപ്ലൈന് ഡയറക്റ്റ് ആയിട്ട് ഒരു റിയോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്യും. സോ ദിസ് റിയോസ്റ്റാറ്റ് റെപ്രസെന്റ് സ്റ്റാർട്ടർ റിയോസ്റ്റാറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടർ ആണ് നമ്മൾ ഈ റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് റേറ്റിംഗ് ഈസ് 8.6 ഓഫ് 15 ആംപിയർ. സോ 8.6 ഓഫ് 15 ആംപിയറിന്റെ റിയോസ്റ്റാറ്റിന്റെ ഒരു എൻഡിൽ പോസിറ്റീവും മറ്റേ എൻഡിൽ നിന്ന് അമീറ്ററിന്റെ ഒരു എൻഡിലേക്ക് കണക്ട് ചെയ്യും. അമീറ്ററിന്റെ നെഗറ്റീവിൽ നിന്ന് D1 D2 റെപ്രസെന്റ് ഫീൽഡ് വൈൻഡിങ്. സോ നമ്മുടെ അവിടെ ഒരു ബോർഡിൽ D1 D2 കാണും. സോ D1 D2ലേക്ക് കണക്ട് ചെയ്യും. ഫ്രം D2 we connect it to A1 and from A2 we connect it to the negative terminal. A1 and A2 represent the armature winding. So field winding is in series with that of the armature winding. നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. Then we need a voltmeter for measuring the voltage. So voltmeter ഇതിന് across ആയിട്ട് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. ആൻഡ് ഇത് ഓൾറെഡി കപ്പിൾ ചെയ്തിട്ടുണ്ട് ഒരു ബ്രേക്ക് ഡ്രമ്മുമായിട്ട്, ആൻഡ് വിച്ച് ഇസ് കണക്റ്റഡ് ത്രൂ എ പുള്ളി. ആൻഡ് ഇതെന്ന് പറയുന്നത് സ്പ്രിംഗ് ബാലൻസ് റീഡിംഗ് മെഷർ ചെയ്യാനുള്ളതാണ്, W1 ആൻഡ് W2. സോ ഇതാണ് നമ്മുടെ സർക്യൂട്ട് സെറ്റപ്പ്. ആൻഡ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദ സ്റ്റാർട്ടർ റിയോസ്റ്റാറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് മാക്സിമം പൊസിഷനിലായിരിക്കും. ബിക്കോസ് ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ടർ റിയോസ്റ്റാറ്റ് മാക്സിമം പൊസിഷനിൽ വച്ചിട്ടായിരിക്കും എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനി വരുന്ന DC സീരീസ് മോട്ടോറിന്റെ ഒരു പ്രിക്കോഷൻ എന്ന് പറയുന്നത്, whenever we are starting a DC series motor, it should be started at some load. അതായത് നോ ലോഡിൽ നമ്മൾ ഒരിക്കലും DC സീരീസ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. never run the machine at no load condition, because no ലോഡിൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്പീഡ് കറണ്ട് വളരെ കുറവായിരിക്കും. സോ അത് കാരണം സ്പീഡ് എന്ന് പറയുന്നത് ട്രെമൻഡസ്ലി ഹൈ ആകും. സോ മെഷീൻ അത് ഡാമേജ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു മെയിൻ പ്രിക്കോഷൻ ഇൻ DC സീരീസ് മോട്ടോർ എന്ന് പറയുന്നത് ദ മെഷീൻ ഷുഡ് ബി സ്റ്റാർട്ടഡ് അറ്റ് സം ലോഡ് കണ്ടീഷൻ. ഇനി എക്സ്പെരിമെന്റിന്റെ പ്രൊസീജിയർ ആണ്. സോ ഇത്രയാണ് മിനിമത്തിലാണോ മാക്സിമത്തിലാണോ? മാക്സിമം സ്റ്റാർട്ടർ റിയോസ്റ്റാറ്റ് നമ്മൾ മാക്സിമത്തിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് റിയോസ്റ്റാറ്റ് പ്രൊട്ടക്ഷൻ പോലെ നമ്മൾ മാക്സിമത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, റിയോസ്റ്റാറ്റ് മാക്സിമം
മാക്സിമത്തിലായിരിക്കും മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോഡഡ് കണ്ടീഷനിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഒന്നുകിൽ മാക്സിമം ലോഡ് അല്ലെങ്കിൽ ഒരു ചെറിയ ലോഡ് ഇട്ടിട്ട് ലോഡ് ഇൻക്രീസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ മാക്സിമം ലോഡ് ഇട്ടിട്ട് ലോഡ് കുറച്ച് കൊണ്ടുപോവുക. ഏത് പ്രൊസീജിയർ വേണമെങ്കിലും ചെയ്യാം. ബട്ട് ഒരിക്കലും നോ ലോഡ് ഇത് സ്റ്റാർട്ട് ചെയ്യില്ല. അതാണ് ഇതിന്റെ ഒരു പ്രിക്കോഷൻ. ഇനി ബട്ട് നമ്മൾ നമ്മുടെ ലാബിൽ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടർ നമ്മൾ റിയോസ്റ്റാറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ആസ് എ പ്രൊട്ടക്ഷൻ. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഫിഗർ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രൊസീജിയർ പറയാം. പ്രൊസീജിയർ വേറെ ഒന്നുമില്ല. നമ്മൾ DC സപ്ലൈ 220 വോൾട്ട് DC സപ്ലൈ നമ്മൾ കൊടുക്കുകയാണ്. സോ സപ്ലൈ കൊടുത്തതിന് ശേഷം റിയോസ്റ്റാറ്റ് മാക്സിമത്തിൽ നിന്നും മിനിമത്തിലേക്ക് കട്ട് ചെയ്യുക. സോ ഒരു സ്റ്റഡി സ്പീഡ് എത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്പീഡ് ടാക്കോമീറ്റർ യൂസ് ചെയ്ത് നോട്ട് ചെയ്യുക. ദെൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്, പിന്നെ W1 W2 റീഡിങ്സ് നോട്ട് ചെയ്യുക. സോ ആഫ്റ്റർ ദാറ്റ് വീണ്ടും നമ്മൾ ലോഡ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക, ലോഡ് ഇൻക്രീസ് ചെയ്യുക. എഗെയിൻ നമ്മൾ വോൾട്ട് മീറ്റർ, അമീറ്റർ, സ്പീഡ് ആൻഡ് W1 W2 റീഡിങ്സ് എടുക്കുക. സോ അങ്ങനെ ഫുൾ ലോഡ് വരെ നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്ത് റീഡിങ്സ് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ റിവേഴ്സിലാണ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ലോഡ് ഇട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ലോഡ് കുറച്ച് കൊണ്ട് ഒരു 5 to 7 റീഡിങ്സ് വരെ എടുക്കുക. ദെൻ വി സ്വിച്ച് ഓഫ് ദ സപ്ലൈ അറ്റ് ലോഡഡ് കണ്ടീഷൻ. ഓഫ് ചെയ്യുമ്പോൾ ലോഡഡ് കണ്ടീഷനിലായിരിക്കണം നമ്മൾ സപ്ലൈ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് ദ ടാബ്ല കോളം. നമ്മൾ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂസ് ആണ്. സോ ടാബ്ല കോളത്തിൽ വരുന്നത് സപ്ലൈ വോൾട്ടേജ്, ആർമേച്ചർ കറണ്ട്, സ്പീഡ്, W1 W2, ടോർക്ക്, ഔട്ട്പുട്ട് ആൻഡ് എഫിഷ്യൻസി. സോ ഇത്രയാണ് നമുക്ക് കിട്ടുന്ന റീഡിങ്സ്. സപ്ലൈ വോൾട്ടേജ്, ആർമേച്ചർ കറണ്ട്, സ്പീഡ്, പിന്നെ 2 സ്പ്രിംഗ് ബാലൻസിലെ റീഡിങ്സ്. ഇതിപ്പോ നമ്മൾ മാക്സിമത്തിൽ നിന്ന് ലോഡ് മാക്സിമം വെച്ചിട്ട് കുറച്ച് കൊണ്ടുവന്നിരിക്കുന്ന റീഡിങ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ ടാബ്ല കോളം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ ബാക്കി ടോർക്കും ഔട്ട്പുട്ടും എഫിഷ്യൻസിയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഇക്വേഷൻസ്. സോ W1 റെപ്രസെന്റ് ദ റീഡിംഗ് ഓൺ ദ സ്പ്രിംഗ് 1 ബാലൻസ് ഇൻ കിലോഗ്രാം, W2 രണ്ടാമത്തെ സ്പ്രിംഗിലെ റീഡിംഗ്, പിന്നെ R എന്ന് പറയുന്നത് ബ്രേക്ക് ഡ്രമിന്റെ റേഡിയസ് ആണ്. റേഡിയസ് നമ്മളിവിടെ 15 സെന്റിമീറ്റർ ആണ് ബ്രേക്ക് ഡ്രം റേഡിയസ് എന്ന് പറയുന്നത്. പിന്നെ NS മോട്ടോറിന്റെ സ്പീഡ് ഇൻ റെവല്യൂഷൻസ് പെർ മിനിറ്റ്. നൗ വി വാണ്ട് ടു ഫൈൻഡ് ദ ടോർക്ക് ഡെവലപ്ഡ് ബൈ ദ മോട്ടോർ. So force into the perpendicular distance torque. So force എന്ന് പറയുന്നത് W1 minus W2 into 9.8. കിലോഗ്രാമിലാണെങ്കിൽ ഇൻറ്റു 9.8 വരില്ല. ന്യൂട്ടൺ മീറ്ററിലാണെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഇൻറ്റു 9.8 ഫാക്ടറും കൂടെ വരുന്നത്. സോ W1 minus W2 into 9.8 into radius of the brake drum ആണ് ടോർക്ക് എന്ന് പറയുന്നത്. സോ ഇത് വെച്ച് നമുക്ക് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. R എത്രയാണ് മാഡം റേഡിയസ് ഓഫ് ദ ഡ്രം? 15 സെന്റിമീറ്റർ. ഞാൻ അയച്ചു തരാം. അതിനകത്ത് റേഡിയസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിരിക്കും. 15 സെന്റിമീറ്റർ ആണ് നമ്മുടെ ബ്രേക്ക് ഡ്രമിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് V ഇൻറ്റു I. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2πnt/60. N എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻ RPM. T നമുക്ക് ടോർക്ക് ഡെവലപ്പ് കിട്ടും. ബൈ 60 ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വാല്യൂ കിട്ടും. ദെൻ എഫിഷ്യൻസി മീൻസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് ഈ ഇക്വേഷൻ വഴി കിട്ടും, ഇൻപുട്ടും കിട്ടും. റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എഫിഷ്യൻസി കിട്ടും. സോ നമുക്ക് 3 കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്: ടോർക്ക്, ഔട്ട്പുട്ട്, എഫിഷ്യൻസി. സോ ടോർക്ക് ഇസ് W1 minus W2 into 9.8 into radius of the brake drum, which is 15 centimeter. Input എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, ആൻഡ് ഔട്ട്പുട്ട് ഇസ് 2πnt/60. എഫിഷ്യൻസി ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ റീഡിങ്സിന്റെ ബാക്കി ടോർക്ക്, ഔട്ട്പുട്ട്, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇത് യൂസ് ചെയ്ത് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. സോ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ട സാമ്പിൾ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് ഗ്രാഫ് കിട്ടേണ്ടത്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഗ്രാഫ് ടോർക്ക് വേഴ്സസ് കറണ്ട് ആണ്. സോ വിച്ച് ഇസ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഷോസ് ദ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സ്പീഡ് വേഴ്സസ് ടോർക്ക്. ദെൻ മൂന്നാമത് കാണിച്ചിരിക്കുന്നത് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് എഫിഷ്യൻസി, ടോർക്ക്, സ്പീഡ് ആൻഡ് കറണ്ട് വേഴ്സസ് ഔട്ട്പുട്ട്. സോ നമ്മളിതിൽ ഫസ്റ്റ് ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു പാരബോളിക് ഷേപ്പിലാണ് ഗ്രാഫ് വന്നിരിക്കുന്നത്. വിച്ച് മീൻസ്
ടോർക്ക് ഇസ് പ്രപ്പോർഷണൽ ടു IA സ്ക്വയർ എന്നാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ മെഷീൻസിൽ ആ DC മെഷീൻ പഠിക്കുമ്പം കുറച്ച് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് കുറച്ച് റിലേഷൻഷിപ്പ് കിട്ടും ടോർക്കും കറണ്ടും ഫ്ലക്സും തമ്മിലുള്ള. ടോർക്ക് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു phi into IA, അതായത് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻറ്റു ആർമേച്ചർ കറണ്ട് എന്നാണ് റിലേഷൻഷിപ്പ് കിട്ടുന്നത്. സോ ഇവിടെ അപ് ടു സാച്ചുറേഷൻ ഫ്ലക്സ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട് ആയിരിക്കും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടും ടോർക്ക് ഇസ് പ്രപ്പോർഷണൽ ടു IA സ്ക്വയർ അപ് ടു സാച്ചുറേഷൻ. സോ സാച്ചുറേഷൻ വരെ ടോർക്ക് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു കറണ്ടിന്റെ സ്ക്വയർ ആണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു പാരബോളിക് ഷേപ്പ് വരുന്നത്. സോ അതിനുശേഷം ആഫ്റ്റർ സാച്ചുറേഷൻ ഫ്ലക്സ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആർമേച്ചർ കറണ്ട്, സോ ദാറ്റ് we get a straight line. So after saturation straight line ആയിരിക്കും. So before saturation torque എന്ന് പറയുന്നത് proportional to IA സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് ടോർക്ക് വേഴ്സസ് കറണ്ട് ഗ്രാഫ് ഒരു പാരബോളിക് ഷേപ്പിൽ നമുക്ക് കിട്ടുന്നത്. ഇനി സെക്കൻഡ് ഗ്രാഫ് എന്ന് പറയുന്നത് സ്പീഡ് വേഴ്സസ് ടോർക്ക്. ഒരു ഗ്രാഫും കൂടെ ഉണ്ട്, അത് സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ആണ്. പക്ഷെ നിങ്ങൾക്ക് എയിമിനകത്ത് അത് വരയ്ക്കാനില്ല, അതുകൊണ്ടാണ് ഇതിൽ കൊടുത്തിരിക്കാത്തത്. സാധാരണ മോട്ടോർ ക്യാരക്ടറിസ്റ്റിക്സിൽ 4 ഗ്രാഫ് വരുന്നുണ്ട്. ഇത് 3 പിന്നെ സ്പീഡും ആർമേച്ചർ കറണ്ടും കൂടെ ഉള്ള ഒരു ഗ്രാഫ് വരുന്നുണ്ട്. അതും ഇൻവേഴ്സ്ലി ആയിട്ട്, അതായത് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ തന്നെ ആയിരിക്കും. അതായത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് സ്പീഡും കറണ്ടും ആ ഗ്രാഫ് എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഈ DC മോട്ടോറിന്റെ ബാക്ക് EMF-ഉം ഫ്ലക്സും സ്പീഡും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. N speed is proportional to EB by phi. Speed is proportional to back EMF by flux, EB by phi. അതിൽ EB കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് സ്പീഡ് ഈസ് പ്രപ്പോർഷണൽ ടു 1 by phi എന്ന് കിട്ടും. അല്ലെങ്കിൽ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഗ്രാഫിൽ പറഞ്ഞു ഫ്ലക്സും കറണ്ടും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്ന്. ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട്, പക്ഷേ സ്പീഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ്. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്പീഡും കറണ്ടും കൂടെ ഒരു റിലേഷൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ സ്പീഡും കറണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിട്ട് കിട്ടും. സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1 by IA എന്ന് കിട്ടും. സോ അതുകൊണ്ടാണ് സ്പീഡ് കറണ്ട് ഗ്രാഫും ഈ ഒരു ഷേപ്പ്, അതിവിടെ കൊടുത്തിട്ടില്ല, ഈ ഒരു ഷേപ്പിൽ തന്നെയായിരിക്കും വരുന്നത്, സ്പീഡ് വേഴ്സസ് കറണ്ട് ഗ്രാഫ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സീരീസ് മോട്ടോർ എന്താണ് നോ ലോഡ് കണ്ടീഷനിൽ സ്റ്റാർട്ട് ചെയ്യില്ലെന്ന് പറയുന്നത്. കാര്യം നോ ലോഡ് കണ്ടീഷനിൽ കറണ്ട് വളരെ കുറവായിരിക്കും. സോ ആ ഒരു ടൈമിൽ ഫ്ലക്സ് കുറവാണ്, സ്പീഡ് ഭയങ്കരമായിട്ട് ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് സീരീസ് മോട്ടോർ എപ്പോഴും കുറച്ച് ലോഡ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി വരുന്നൊരു ഗ്രാഫ് സ്പീഡ് വേഴ്സസ് ടോർക്ക് ആണ് ഈ ഗ്രാഫ്. സോ അത് ഇറ്റ്സ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ് വേഴ്സസ് ടോർക്ക് ഗ്രാഫ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 റിലേഷൻസ്, അതായത് ടോർക്കും കറണ്ടും തമ്മിലുള്ള റിലേഷനും പിന്നെ നേരത്തെ പറഞ്ഞ സ്പീഡും കറണ്ടും തമ്മിലുള്ള റിലേഷനും കൂടെ ക്ലബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്പീഡും ടോർക്കും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലെങ്കിൽ സ്പീഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1 by ടോർക്ക് എന്ന് പറഞ്ഞ് കിട്ടും. സോ അതുകൊണ്ടാണ് ഗ്രാഫ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഈ ഒരു ഫോമില് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ അതിൽ നമ്മൾ എഫിഷ്യൻസി, ടോർക്ക്, ആർമേച്ചർ കറണ്ട്, സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് മാത്രം ഔട്ട്പുട്ട് പവറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. പവർ കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കുറഞ്ഞു വരും. സോ കുറഞ്ഞായിരിക്കും വരുന്നത്. ദെൻ ടോർക്ക്, ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് ഔട്ട്പുട്ടിന്. പിന്നെ എഫിഷ്യൻസി. സോ ഇത്രയാണ് നിങ്ങൾ വരയ്ക്കേണ്ട ഗ്രാഫ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ഇലക്ട്രിക്കൽ ക്യാര, ദിസ് ഇസ് ദ മെക്കാനിക്കൽ ക്യാര ആൻഡ് ദിസ് ഇസ് ദ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് സർക്യൂട്ട് ഡയഗ്രാം പറയാം, വേറൊന്നുമില്ല. ജസ്റ്റ് ഈ സർക്യൂട്ട് സെറ്റപ്പ് ചെയ്യുക. ആൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോഡ് ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ദാറ്റ്സ് ദ പ്രിക്കോഷൻ. ആൻഡ് സ്റ്റാർട്ടർ റിയോസ്റ്റാറ്റ് ഷുഡ് ബി കെപ്റ്റ് അറ്റ് മാക്സിമം പൊസിഷൻ. വൈൻഡിങ്സ്, ഫീൽഡ് വൈൻഡിങ് ആൻഡ് ആർമേച്ചർ വൈൻഡിങ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ട് മീറ്റർ പാരലൽ ആയിട്ട്, അമീറ്റർ സീരീസ് ആയിട്ട്. സപ്ലൈ 220 വോൾട്ട് കൊടുക്കും. റിയോസ്റ്റാറ്റ് മാക്സിമം പൊസിഷനിൽ നിന്ന് മിനിമത്തിലേക്ക് കട്ട് ചെയ്യും. സ്റ്റഡി സ്റ്റേറ്റ് സ്പീഡ് ആകുമ്പോൾ നമ്മൾ വോൾട്ടേജ്, കറണ്ട്, then W1, W2 and speed note ചെയ്യും. Then gradually we increase the load and take the other readings. അങ്ങനെ ഫുൾ ലോഡ് വരെ ഉള്ള റീഡിങ്സ് നോട്ട് ചെയ്യാം. ദാറ്റ്സ് എ പ്രൊസീജിയർ. ആൻഡ് നമ്മൾ
ടാബ്ല കോളത്തിൽ റീഡിങ്സ് ഇങ്ങനെ കിട്ടും. ദെൻ ടോർക്ക് ഔട്ട്പുട്ട് ആൻഡ് എഫിഷ്യൻസി ബൈ യൂസിങ് ദ ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് പ്ലോട്ട് ദ ഇലക്ട്രിക്കൽ കാര, മെക്കാനിക്കൽ കാര ആൻഡ് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇത്രയാണ് ചെയ്യേണ്ടത്.